ഇത് ഏതോ വിദേശ രാജ്യത്തെ ഷോയാണെന്ന് കരുതും. എന്നാൽ ഇത് വിദേശ രാജ്യമൊന്നുമല്ല, നമ്മുടെ നിയമസഭയാണ്. അപ്പോൾ നിയമസഭയിൽ ബുക്ക് ഫെസ്റ്റിവൽ നടക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ? എല്ലാ തവണയും പോലെ അല്ല കേട്ടോ, ഇത്തവണ ബുക്ക് ഫെസ്റ്റിവൽ മാത്രമല്ല, നിരവധി പ്രോഗ്രാമുകളും അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ബുക്സുകളാണ്. അപ്പോൾ ഈ ബുക്സൊക്കെ വാങ്ങാൻ ഒത്തിരി പേരാണ് ഈ സ്റ്റോളിൽ വരുന്നത് കേട്ടോ. ഇന്നലത്തെ ബുക്ക് ഫെസ്റ്റിവലിന് എത്തിയത് ഒരുപാട് സ്റ്റുഡൻസ് ആയിരുന്നു കേട്ടോ. +2 കഴിഞ്ഞ് ഒരുപാട് വിദ്യാർത്ഥിനികളുണ്ടായിരുന്നു. അവർക്ക് ഇപ്പോഴും സംശയമാണ്, +2 കഴിഞ്ഞ് ഇനി ഏത് കോഴ്സിന് ചേരണം, എവിടെ പഠിച്ചാലാണ് നമുക്ക് ജോലി കിട്ടുക, ഇതൊക്കെയായിരുന്നു എല്ലാവരുടെയും സംശയങ്ങൾ. ഒരു 21 വയസ്സാവുമ്പോൾ എല്ലാവർക്കും സെറ്റിൽഡ് ആകണമെന്നാണ് പലരും പറഞ്ഞത്. സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിന്ന് നിയമസഭയിലെ KLIBF എന്ന് പറഞ്ഞ പുസ്തകമേളയിൽ വന്നപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിനെ പരിചയപ്പെട്ടു. +2 ഒക്കെ കഴിഞ്ഞ ഒരുപാട് സ്റ്റുഡൻസിനെ കാണാൻ കഴിഞ്ഞു, അവരുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. അത് വളരെ ഒരു സന്തോഷമാണ്. ഏകദേശം ഒരു 50% കുട്ടികൾ പറഞ്ഞ് വിദേശത്ത് പോയി തന്നെ പഠിക്കണം. അപ്പോൾ ഏത് ഏജൻസിയെ നമുക്ക് തിരഞ്ഞെടുക്കുമെന്നൊക്കെ ഒരുപാട് ഡൗട്ടുകളുണ്ട്. വിദേശത്ത് പോയി പഠനം ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഏജൻസിയാണ് മാർക്ക് ഇൻ്റർനാഷണൽ സ്റ്റഡി അബ്രോഡ്. ഇതിൻ്റെ ഓഫീസ് വരുന്നത് നാലാഞ്ചിറയിലാണ്. ആർട്സ്, സയൻസ്, കൊമേഴ്സ്, മെഡിസിൻ, എഞ്ചിനീയറിംഗ്, LLB, BBA, MBA ഏത് കോഴ്സും ആയിക്കോട്ടെ അബ്രോഡിൽ പോയി കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അവിടെ തന്നെ പ്ലേസ്മെൻറ്റ് നമുക്ക് തന്നെ കണ്ടെത്താം. യാതൊരുവിധ സർവീസ് ചാർജുകളും ഈടാക്കുന്നതല്ല. അപ്പോൾ കൂടുതൽ വിശദവിവരങ്ങൾക്കായി എന്നെയോ മാർക്ക് ഇൻ്റർനാഷണൽ സ്റ്റഡി അബ്രോഡിനെ കോൺടാക്ട് ചെയ്താൽ മതി.